പെട്ടെന്നൊരു പ്രസ് മീറ്റ് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഡേറ്റോളം അനൗൺസ് ചെയ്തു. ഏപ്രിൽ 3 ആദ്യം വരാനിരുന്നത്, ഏപ്രിൽ 17 മാറിയത്. പ്രൊമോഷൻ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ പുറത്തു വരുന്നില്ല എന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇനി ചിലർ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയാണ് കേൾക്കാം. അപ്പം എന്താണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയാനാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത്. ആഭ്യന്തര കുറ്റവാളിക്ക് എതിരെ ഇപ്പം വിവേക് വിശ്വം എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരാളുടെ പരാതിയുടെ മേളിലാണ് ഈ ചിത്രത്തിൻ്റെ സംപ്രേഷണം ഇപ്പം നടക്കാത്തത്. അപ്പം വിവേകിൻ്റെ ഇഷ്യൂ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആഭ്യന്തര കുറ്റവാളിയിലേക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ആഭ്യന്തര കുറ്റവാളി ആദ്യം ഞാൻ ആസിഫിൻ്റെ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് അഡ്വാൻസ് വന്നതും പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതും ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസ് ആണ്. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് 2 പേരാണ്. പാർട്ട്നേഴ്സ് ഒന്ന് അജി മേഡയിലും പിന്നെ തൗഫീഖ് എന്ന് പറയുന്ന 2 പേരാണ് എനിക്കും ആസിഫിനും അഡ്വാൻസ് തന്നത്. എന്നാൽ അഡ്വാൻസ് തന്ന് 3 മാസം കഴിഞ്ഞിട്ടും പടം മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അതിന് അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനാണ് ആദ്യമായിട്ട് പരാതി അയക്കുന്നത്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഈ പരാതി പഠിച്ച് അവരത് ജെന്യുവനാണെന്ന് കണ്ടിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൈമാറി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ അവരെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക, അഡ്വാൻസ് തിരിച്ചിട്ട് കൊടുത്ത് എഗ്രിമെൻറ്റ് ക്ലോസ് ചെയ്യുക എന്നാണ്. അങ്ങനെയാണ് ഞാൻ നൈസാമിൽ കാണുന്നതും കഥ പറയുന്നതും. അപ്പം നൈസാം സലാം പ്രൊഡക്ഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നു. ചേംബറിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എഗ്രിമെൻറ്റും പരിപാടികളും എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തന്ന അഡ്വാൻസും ആസിഫിന് തന്ന അഡ്വാൻസും ഞങ്ങൾ തിരിച്ചിടുകയുണ്ടായി. ഈസി ഫ്ലൈറ്റിലേക്ക് തന്നെ അവരുടെ ജോയിൻ്റ് അക്കൗണ്ടാണ്, അതിലേക്കാണ് ഇട്ടത്. 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതും നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് അവിടെ ഒരു വക്കീലിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ചേംബറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പടം പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിൽ വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല. എന്തുകൊണ്ടാണ് അവർക്ക് പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നതും അയാൾ മുടക്കിയ ഒരു തുകയുണ്ട്. അതായത് ആകെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മുടക്കിയ തുക എന്ന് പറയുന്നത് എനിക്കും ആസിഫിന് തന്ന അഡ്വാൻസ് ആണ്. അത് ഞങ്ങൾ അന്ന് തന്നെ ഈ പറയുന്ന എഗ്രിമെന്റ് എഴുതുന്ന ദിവസം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനൗൺസ് ചെയ്തു. അത് ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടുവന്ന് ഒളിച്ചു നിന്ന് ഷൂട്ട് ചെയ്ത സിനിമയല്ല. 45 ദിവസം എടുത്ത് തൃപ്രയാറും കുന്നംകുളം, ഇടുക്കി എന്നീ ഏരിയകളിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയത്. ഷൂട്ട് കംപ്ലീറ്റ് ആയി വൺസ് ഇത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ നേരത്താണ് നമുക്കെതിരെ ആദ്യത്തെ പരാതി വരുന്നത്. അത് ജില്ലാ കോടതിയിലാണ് ആദ്യത്തെ ഒരു സ്റ്റേ വരുന്നത്. അപ്പം ജില്ലാ കോടതിയിലെ സ്റ്റേയിൽ ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് 1,55,00,000 രൂപ വാങ്ങിച്ചിട്ട് ഈ പടം മറ്റൊരാൾക്ക് മറച്ചു വിറ്റു എന്നാണ് അതിനകത്ത് പറഞ്ഞ ഒരു അലിഗേഷൻ. അപ്പം ഈ 1,55,00,000 ആര് വാങ്ങിച്ചു? ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിലെ തൗഫീഖിനാണ് കൊടുത്തേക്കണേന്ന് പറയുന്നു. അങ്ങനെ അയാളത് സമ്മതിച്ചിട്ടുമുണ്ട്. ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആൾ ഇത് എന്ന് കൊടുത്തു? 2020-നും 2022-നും ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് ജില്ലാ കോടതിയിൽ നമ്മൾ വാദിക്കാനായിട്ട് നമ്മളും വക്കീലിനെ വെച്ചു. ജില്ലാ കോടതിയിൽ നമ്മൾ അപ്പീർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ജില്ലാ കോടതി ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ എടുത്ത തീരുമാനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആൾക്ക് 2022 മുതൽ ഇവർ ഈ തൗഫീഖ് റീപേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് 24 ഷൂട്ട് കിടക്കുന്ന ഒരു പടത്തിന് 2020-ലോ അല്ലെങ്കിൽ 2022-ലോ ഉണ്ടാകുന്ന ഫണ്ട് ഇതിൻ്റെ പേരിൽ എഴുതി ചേർക്കുന്നത്? പ്രഥമദൃഷ്ട്യാ നൈസാം സലാമോ ആഭ്യന്തര കുറ്റവാളിയോ അതിൻ്റെ അണിയറ പ്രവർത്തകരോ ഈ പറയുന്ന വിവേക് വിശ്വത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല. അത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചത്. ഈ പറഞ്ഞ എന്തായിരുന്നു, അപ്പം നമ്മൾ കോടതിയിൽ ഫൈറ്റ് ചെയ്തു. ജില്ലാ കോടതി ഈ കേസ് സത്യമല്ല എന്ന് കണ്ട് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ബിക്കോസ് അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് ഇതിനു മുമ്പും ഇതേ 1,55,00,000 പേരിൽ 2 കേസുകൾ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കേസ് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വിവേക് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഉംറ ബിസിനസ്സിൽ, അതായത് തൗഫീഖിന് ഉംറ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ആളെ കയറ്റി വിടണം. ട്രാവൽ ഏജൻസി ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. അത് കാശ് കൊടുത്തതിന് ശേഷം അങ്ങനെ ഇവർ തമ്മിലൊരു ഡോക്യുമെന്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പേരിൽ ഒരു 8 ചെക്ക് കേസ് നിലവിലുണ്ട്.
8 ചെക്ക് കേസ് ഈ തൗഫീഖിന്റെ പേരിൽ വിവേക് വിശ്വം കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ട്രാവൽ ഏജൻസി ബിസിനസ്, അതായത് ഹജ്ജ് ഉംറ സർവീസിലേക്കാണ് ആ കാശ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അതേ ഈ 1,55,00,000 രൂപയുടെ പേരിൽ വേറൊരു ക്ലൈം പാലാരിവട്ടം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത്. അപ്പോൾ ഈ പറയുന്ന 1,55,00,000 രൂപയുടെ പേരിൽ ഇയാൾ 3 പ്രാവശ്യം 3 അലിഗേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ട്രാവൽ ഏജൻസി ബിസിനസ്, രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഈസി ഫ്ലൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിനോ ഈ വിവേക് വിശ്വ എന്ന് പറയുന്ന വ്യക്തിയോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല. ഇവർ എന്നെ കഴിഞ്ഞ ഇപ്പോൾ ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനും നമ്മുടെ സിനിമ വീണ്ടും അടുത്തടുത്തൊരു വേറൊരു വിഷയത്തിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് പോലും ശരി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. വിട്ടേക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് നമ്മൾ റിലീസ് 17-ാം തീയതി ഫിക്സ് ചെയ്തിരുന്നു. ആ 17-ാം തീയതി ഒരു 7-ാം തീയതി മുതൽ ഒരു വാട്സപ്പ് കോളിലാണ് എനിക്ക് കോള് വരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ 50 ലക്ഷം രൂപ ഞാൻ കൊടുക്കണം, വിവേക് വിശ്വൻ. അപ്പോൾ ഞാൻ വിവേകിനോട് പറഞ്ഞു, ഫോണിലാണ് വാട്സപ്പിലാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ 50 ലക്ഷം രൂപ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് തരുന്നത്? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ലീഗൽ അഡ്വൈസർ പോയിട്ടാണ് ഫിലിം ചേംബറിൽ ഇരുന്നിട്ട് ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. ഈ എഗ്രിമെൻറ്റിനകത്ത് ആകെ ഇവരും ഞാനും ആ സിനിമയോടുള്ള ബന്ധം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ടൈറ്റിൽ മാത്രമാണ്. ഈ ടൈറ്റിലിൻ്റെ ഒറ്റ പേരിലാണ് ഈ പടം ഇങ്ങനെ സ്റ്റേയിലോട്ട് എത്തിയത്. ഇപ്പോൾ ഈ ജില്ലാ കോടതിയിൽ നിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ തൗഫീഖിനെതിരെ പല പ്രാവശ്യം ഈ വിവേക് വിശ്വം ഇതേ എമൗണ്ടിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്, 8 ചെക്ക് കേസായിട്ട് നിൽക്കുന്ന കേസ്. അപ്പോൾ ഇപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, നമുക്ക് പടം തന്ന ആ കമ്പനിയിലുള്ള ആ പാർട്ട്നേഴ്സിനെ വിളിച്ചു വരുത്തി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവർ തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ്. അത് ഈ കേസ് പിൻവലിക്കണമെങ്കിൽ തൗഫീഖിൻ്റെ കേസ്, അതായത് ഈ ഈസി ഫ്ലൈയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അയാൾ പിൻവലിക്കാൻ 25 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുകയാണ്, എന്നോട് പറയുന്നത് അവർ തമ്മിലുള്ള ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ റെഡി, പക്ഷേ ഞാൻ 25 ലക്ഷം കൊടുക്കണം എൻ്റെ സിനിമയെ വിടാൻ. ഞാൻ പറയുകയാണ്, ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ഒരു ചായ പോലും മേടിച്ച് കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല ലൈഫിൽ. ഞാൻ ചലഞ്ച് ചെയ്യാണ്, ഇവർ എന്തെങ്കിലും തെളിവ് ഈ ഈസി ഫ്ലൈയോ വിവേക് വിശ്വൻ എന്ന് പറയുന്ന വ്യക്തിയോ ഞാനുമായിട്ടൊരു ട്രാൻസാക്ഷൻ, ഒരു സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു 9 ലക്ഷം രൂപ ഇവർ പ്രീ പ്രൊഡക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടറും എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ കൊടുത്തതാണ്. ഇവർ രണ്ടുപേരും എനിക്കൊരു വിധത്തിലുള്ള പ്രൂഫും ഇല്ല. കാരണം ഞാനുമായിട്ട് സംസാരിക്കുന്ന പോലും ഈ 7-ാം തീയതിയാണ്. കാരണം ഈ കേസ് കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നതിന് ശേഷം ഞാൻ ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ജില്ലാ കോടതിയിൽ ഇങ്ങനെ ഒരു ഓർഡർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കഴിഞ്ഞ 7-ാം തീയതി മുതൽ നിരന്തരം രാത്രിയിൽ മിക്ക ദിവസങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട്. തൗഫീഖ് ഈസി ഫ്ലൈ തൗഫീഖുമായിട്ടുള്ള ഇഷ്യൂ വിടാം, അത് വേറെ വിഷയമാണ്, സിനിമയുമായിട്ടുള്ളതിന് ഞാൻ 25 lakhs കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പറയുന്നത് പറഞ്ഞാൽ 50 ലക്ഷം രൂപ ഇന്നലെ പോലും എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ ഇന്നാണെങ്കിൽ 50 ലക്ഷം, നാളെയാണെങ്കിൽ 1 കോടി. അപ്പോൾ എനിക്ക് വേറെ മാർഗമില്ല. എങ്ങനെയാണ് ഇവർ ജില്ലാ കോടതിയിൽ നിന്ന് ഇങ്ങനൊരു ഓർഡർ സമ്പാദിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഹൈക്കോടതി ഞാൻ അതിൽ ഭയങ്കര കൺഫ്യൂസ്ഡായി. അപ്പോൾ എനിക്ക് എൻ്റെ പടം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. കാരണം 8-9 കോടി രൂപ മുടക്കിയ പടമാണ്. ഞാൻ ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇവരെന്നോട് ചോദിക്കുന്ന 25 ലക്ഷം ഞാൻ 25 ലക്ഷം കൊടുത്തിരിക്കും. കാരണം ഞാനുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഈ 9 കോടി രൂപയുടെ ബാധ്യത ഞാൻ എൻ്റെ സിനിമ ഇറങ്ങാതിരിക്കാൻ ഞാൻ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ആ കാശ് കൊടുത്താൽ മതി. ഞാൻ വാങ്ങിയിട്ടില്ല എന്നും ഈ സിനിമയ്ക്ക് എൻ്റെ കമ്പനിക്കോ എൻ്റെ ക്രൂവിനോ ആർക്കും ഒരു ബന്ധമില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനായിട്ടാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിൽ ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന 5-ാം തീയതിയോടുകൂടി അതിനൊരു തീരുമാനം ഉണ്ടാവും. ഈ മാസം മെയ് പകുതിയോടുകൂടി ഈ പടം റിലീസ് ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം. അത് കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഞാനിപ്പോഴും ഈ വിവേക് വിശ്വനെ ചലഞ്ച് ചെയ്യുന്നു, ഈസി ഫ്ലൈയെ ചലഞ്ച് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു പ്രൂഫ്, ഒരു ഞാനും അവരുമായിട്ട് നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളത്. പിന്നെ ആകെ ഇത് ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അവരുടെ തമ്മിലുള്ളൊരു പേഴ്സണൽ ബാധ്യതയാണ്. അതിനെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടൊന്ന് കണക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഈ
തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കാശ് കൊടുത്താൽ അവർ നിങ്ങളെ സിനിമയെ വിടില്ല എന്നാണ് പറയുന്നത്. അത് അവർ തമ്മിലുള്ള ബാധ്യത എങ്ങനെയാണ്? എൻ്റെ കമ്പനിയും എൻ്റെ സിനിമയും ബാധ്യത. ഞാനിതിനകത്ത് ആകെ പെട്ടുപോയത് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ മാത്രം അവർ രജിസ്റ്റർ ചെയ്തിരുന്ന ടൈറ്റിൽ ഫിലിം ചേംബറിൻ്റെ അനുമതിയോടുകൂടി അവർ ആ ടൈറ്റിൽ ക്യാൻസൽ ചെയ്തതിന് ശേഷം അവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ മാത്രമാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ഈ സിനിമയിൽ ₹1 പോലും, അതായത് ഒരു സേഫ്റ്റി പിന്ന് വാങ്ങിച്ച കാശ് പോലും ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്കോ വിവേക് വിശ്വനോ അനീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്കും ഇതിനകത്തൊരു പങ്കുമില്ല. അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാശ് കൊടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇത്രയും പൈസ ബ്ലോക്കാക്കി വെക്കേണ്ട കാര്യമില്ല, ഈ സിനിമ റിലീസ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, അതായത് ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മുടെ സിനിമയുടെ പ്രൊമോഷനും പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്. ആൻഡ് ഈ ക്രൗൺ ക്ലാസ്സിൽ വെച്ച് തന്നെയാണ് 2 ദിവസം അതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടന്നത്. ആൻഡ് പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓൾമോസ്റ്റ് ഒരു 1,20,00,000 ഇറക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു പടം. എന്തിൻ്റെ പേരിലാണ് ഇതിങ്ങനെ തടയുന്നത്? അതായത് ഇയാൾ ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഓർഡറിൻ്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ട്, നമുക്ക് പേടിയില്ല, സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല, പല രീതിയിലും വിളിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട്. വെറും 25 ലക്ഷം രൂപയിലേ ഉള്ളൂ, അത് കുളത്ത് ഒഴിവാക്കണം. ഇതിനിടയിൽ എനിക്ക് ആളെ കണ്ടിട്ടില്ല. ഒരു PR ടീം, അതായത് ഉസ്മാൻ എന്നാണ് അയാളുടെ പേര്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, ഉസ്മാൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഞാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എൻ്റെ ഓവർസീസ് ബിസിനസ്, എല്ലാ OTT പ്ലാറ്റ്ഫോംസ് എല്ലാവർക്കും ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ, എനിക്കറിയില്ല, ഒപ്പാറ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അയാൾ റൺ ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞൊരു മാർക്കറ്റിംഗ്. അയാളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ കാശ് ഇത് ആർക്കാണ് ഈ കാശെന്ന് എനിക്കറിയില്ല. അവർ തമ്മിൽ ഇടപാടുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർത്തോളണം, ആ കാശ് വാങ്ങിയെടുക്കണം. ഇത് എൻ്റെ പേരിൽ വന്ന് 25 ലക്ഷം രൂപ ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിൽ പെട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാത്തൊരു കാശ് എന്തിന് ഞാൻ കൊടുക്കണം? നിങ്ങൾ ഈ മീഡിയാസ് മനസ്സിലാക്കണം, ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോകണമെങ്കിൽ ഇതിനേക്കാൾ ചിലവാകും. ഈ 25 ലക്ഷം രൂപ എനിക്ക് അവിടെ ചിലവുണ്ട്. അപ്പോൾ ഞാനായിട്ട് ഇങ്ങനെ ഒരു മാഫിയ വളർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇവർ കോടതിയിൽ, ജില്ലാ കോടതിയിൽ കേസ് ഇരിക്കുമ്പോൾ വന്ന് പറഞ്ഞു, സമാനമായ കേസിൽ ഇവർ ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട്. അതായത് RDX മഞ്ഞുമൽ ബോയ്സ് പോലുള്ള പടങ്ങൾക്ക് ഇതുപോലെ ഫ്രോഡ്, ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ജഡ്ജ് ചോദിച്ചത്, നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ പ്രൊഡ്യൂസറുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടോ, എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടോ? ആ കോടതി വിധി നിങ്ങൾക്ക് ഞാൻ ഇവിടെ തരാം. ഈ ജില്ലാ കോടതിയുടെ വിധി ഇതിനകത്ത് ഈ തൗഫീഖും ഇവരുമായിട്ടുള്ള ഈസി ഫ്ലൈ എന്നുള്ള കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു, ആ കേസിൻ്റെ നാൾ വഴി എന്താണെന്നുള്ളത് ആ ഓർഡറിനകത്തുണ്ട്. എന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, എങ്ങനെയാണ് ഈ ഹൈക്കോടതിയിൽ നിങ്ങളൊരു വിധി സമ്പാദിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഹൈക്കോടതിയിൽ പോയി അവരോട് വാദം പറഞ്ഞ് നിന്ന് റിലീസ് ചെയ്യാനുള്ള സമയമില്ല. ഈ വെക്കേഷൻ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും എമർജൻസി ആയിട്ട് എനിക്ക് റിലീഫ് വേണം. അപ്പോൾ എനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ മൂവി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മെയ് 10 ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനൊരു പ്രസ് മീറ്റ് വിളിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, അത് നേരത്തെ വിളിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് തോന്നി. എന്താ പറഞ്ഞ ഈ ജില്ലാ കോടതിയുടെ ഓർഡറിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ സിറോക്സ് കോപ്പി തരാം. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ കേസിൽ എന്തൊക്കെയാണ് കോടതിയുടെ ഫൈൻഡിങ്സ് എന്നുള്ളത്. അതായത് ഈ പറയുന്ന വിവേക് വിശ്വം എന്ന് പറയുന്ന ആൾ എന്നായിരുന്നു ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്നും 2022 മുതൽ ഈ എമൗണ്ട് റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നും അതിൽ 32 ലക്ഷം രൂപ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആൾ അക്കൗണ്ട് ത്രൂവും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ജില്ലാ കോടതിയുടെ ഫൈൻഡിങ്സ് തന്നെയാണ്. വെറുതെ ഒരു ജഡ്ജി ഇരുന്ന് പറഞ്ഞ ഓർഡർ അല്ലാതെ. ആൻഡ് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇവിടെ DYSP ഓഫീസിൽ ട്രിവാൻഡ്രത്ത് കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അൺട്രസ്റ്റ് വർത്തി എന്നുള്ള പേരാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇതിപ്പോൾ ഈ ഒരു പ്രസ് മീറ്റ് വിളിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ഹോള് ബുക്ക് ചെയ്യുന്നതിനാണ് എത്ര ത്രെട്ടനിങ് കോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ നമ്മൾ പറയുന്നതല്ല, നിങ്ങൾ ഇവിടുത്തെ റിസപ്ഷനിൽ ചോദിച്ചാൽ മതി. ഒരു ടെലിഫോൺ ലാൻഡ് ഫോണിലേക്ക് വരുന്ന ഒരു കോളാണ്. ഇന്ന് ഇവിടെ ഈ ആഭ്യന്തര കുറ്റവാളിയുടെ പ്രസ് മീറ്റ് നടക്കുമ്പം ഇഷ്യൂസ് ഉണ്ടാവും. എന്ത് ഇഷ്യൂ ഉണ്ടാവാൻ പോണെന്ന് എനിക്കറിയില്ല. ആൻഡ് അങ്ങനെ വരെ ഭീഷണി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ് ആയിരിക്കും അവര് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവര് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ, ഹൈക്കോടതിയുടെ ഒരു വിധി എന്ന് പറഞ്ഞാൽ ഫർണിഷിങ്, അതായത് എമൗണ്ട് കെട്ടിവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് കൊടുക്കാനല്ല. അതിന് ഞാൻ റെഡിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത്രയും സമയം എൻ്റെ അത് പോകും. എനിക്ക് ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഞാൻ അത് പോയി മൂവ് ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി കേസിൽ പോകുന്നുണ്ട്. അനുകൂലമായിട്ട് തന്നെ വിധി വരും. കാരണം ഈ ജില്ലാ കോടതി എന്നുള്ളൊരു വിധി വയ്ക്കുമ്പോൾ ഇങ്ങനൊരു വിധി വരാൻ ഒരു സാധ്യതയും എനിക്ക് തോന്നുന്നില്ല. എനിക്കത് ഇപ്പോഴും മനസ്സിലായി. ഡീറ്റെയിൽ ആയിട്ട് ജില്ലാ കോടതിയുടെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ളത്. അല്ല, അതിൽ നമുക്കൊരു ഉത്തരവില്ലാത്തത് കൊണ്ട് ഞാൻ പറയട്ടെ, ആ ജഡ്ജി കറക്റ്റ് ആണ് വിധി വന്നത്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ വിധി ശരിയല്ലേ? അല്ല, അങ്ങനെയല്ല. അല്ല, ഒരു കാര്യം പറയണേ സുഹൃത്തെ, ഞാൻ പറയാം. അതായത് ജില്ലാ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കേസിന് ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടില്ല. അതാണ് ഉദ്ദേശം. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർക്ക് ഏറ്റവും വേണ്ടതും ടൈം. ഞാനിപ്പോൾ വക്കാലത്തിട്ട് അപ്പിയർ ചെയ്തു, ഒരു ടൈം മാറ്റി വെക്കും. ഈ മാറ്റി വെക്കും, കേസ് പോസ്റ്റ്പോൺ ചെയ്യും, സമയം തള്ളുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് എനിക്ക് എമർജൻസി റിലീഫ് ഞാൻ നോക്കുമ്പോൾ ഞാൻ കാശ് കൊടുക്കാനില്ല. എൻ്റെ പേരിൽ ഒരു പൂർണ്ണമായിട്ട് എനിക്ക് 100% നിങ്ങൾ അത് ഞാൻ ചലഞ്ച് ചെയ്യണം. ഈ പറയുന്ന ഇനിയിപ്പോൾ എനിക്ക് വിവേക് വിശ്വൻ മാത്രമല്ല, ഇത് വിവേക് വിശ്വനേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളാണ്. കാരണം അതിൻ്റെ കോൾ റെക്കോർഡ്സ് ഒരുപാട് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഞാൻ ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നിടത്ത് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ എൻ്റെ ആസിഫ് അലിയുടെയും ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇവരോട് ചലഞ്ച് ചെയ്യണം. ഒരു പ്രൂഫ് ഞാൻ പേയ്മെന്റ് വാങ്ങിച്ചിട്ടുള്ള വളരെ വിഷമത്തിലാണ്. കാരണം എനിക്ക് ഫാമിലി ഉള്ളതാണ്. അല്ല, ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയിൽ കേസ് നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പറയുന്ന വിവേക് വിശ്വം പലതവണയായിട്ട് ലൈവിൽ വന്നിട്ട് ആസിഫിന്റെയും പ്രൊഡ്യൂസറുടെയും എന്റെയും പേരുകൾ വലിച്ചടക്കുകയുണ്ടായി. ഇന്നലെ ഞങ്ങൾ കണ്ട ഒരു ഇതാണ്, ഇവരുടെ ഫോട്ടോ വച്ച് പബ്ലിഷ് ചെയ്യുകയാണ്. അതൊരു കുറ്റം. ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്താലോ ഓക്കെ. ഇത് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിനാണ് പെടുത്തുന്നത്. ഇപ്പൊ എല്ലാ രീതിക്കും ഒരാൾ ആലോചിക്കുക, ഒരാൾ സിനിമ ചെയ്യാൻ, ഞാൻ 10-20 വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഈ ആദ്യത്തെ ഈ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പുതിയ ആളാണ്, സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിൽ കൃത്യമായിട്ടും ആ 25 ലക്ഷമോ 50 ലക്ഷമോ കൊടുത്തിരിക്കും മേടിച്ചിട്ട്. ഇത് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാനോട്ട് ഒരു ബന്ധമില്ല, ഇതിനൊരു ബന്ധമില്ല. ഇത് നഷ്ടങ്ങൾ എത്ര കോടിയുടെ നഷ്ടമാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇനി എന്നാ ഇത്ര കോടിയുടെ നഷ്ടമാണ് ഈ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ആദ്യം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സിനിമ റിലീസ് ചെയ്യുക. എനിക്കെതിരെ ഈ എന്താ പറയാ ഇങ്ങനെ കംപ്ലൈന്റ് തന്ന അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്ത് എന്നെ ബുദ്ധിമുട്ടിച്ച അയാളെ ഞാൻ വിട്ടില്ല. കാരണം എനിക്ക് അയാൾക്കെതിരെ ഞാൻ ഇതിനകത്ത് തീർച്ചയായിട്ടും കേസിന് പോകും. പിന്നെ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനി, അതിലെ അജീമേഡയിൽ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ, എനിക്ക് തോന്നുന്നൊരു 10-20 വർഷമായിട്ട് കുറേ പടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പുള്ളിയൊക്കെ ഇത്രയും ചതി ആരോടും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് സിനിമ അറിയാം, ഞാൻ സിനിമയിലുണ്ടായിരുന്നു, ഇതുപോലെ ഡയറക്ഷൻ സൈഡിൽ നിന്ന് വന്ന ഒരാൾ തന്നെയാണ് ഞാൻ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഇതിനകത്ത് ഉണ്ട് എന്നെങ്കിൽ ഞാൻ ഈ ടൈറ്റിൽ ഉപയോഗിക്കില്ല. എനിക്ക് അത്ര പോലും ഇതിനെക്കുറിച്ച് അറിവില്ല. ഈ ടൈറ്റിൽ അവർ സ്വമേധയാ അവർ ക്യാൻസൽ ചെയ്ത ടൈറ്റിൽ എനിക്ക് പുതിയ ഫിലിം ചേംബർ എനിക്ക് അനുവദിച്ചു തന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വരെ എൻ്റെ പേരിലാണ്. അപ്പം എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് എന്താ തെളിവ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വന്നൊരു കേസിലാണ് വീണ്ടും ഞാൻ ഇങ്ങനെ പോയി പെട്ട് എവരിത്തിനും ഒരു സിംഗിൾ പൈസയുടെ ബിസിനസ് ഈ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രയും ഇതിനൊക്കെ കാരണം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് 2 സിനിമകളിൽ ഉണ്ടായ ഒരു മാർക്കറ്റ്, അത് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നെ ഇത്രയും വലിയ അറ്റാക്ക് എനിക്കെതിരെ ഉണ്ടായത്. കാരണം ഒരു ബന്ധമില്ല. ഞാൻ പറയല്ലേ, അവരെന്തെങ്കിലും ഒരു പ്രൂഫായിട്ട് വരട്ടെ, നാളെ രാവിലെ ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാൻ തയ്യാറാണ്. അത് ഈസി ഫ്ലൈ എന്ന് പറയുന്നത് എനിക്ക് ടൈറ്റിൽ തന്ന കമ്പനിയാണ്. അല്ലാതെ സിനിമ അവരോട് ഒരു ബന്ധമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു സേഫ്റ്റി പിന്ന് പോലും ഇവരെ നിന്ന് ആരെയും കാശ് വാങ്ങിച്ച് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ കാശ് കൊടുക്കും? കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇപ്പോഴും ഈ നിമിഷവും കണ്ടിട്ടില്ല. താങ്കള് ലാസ്റ്റ് വന്ന ഒരു പ്രൊഡ്യൂസറാണ്, കൃത്യമാണ്. താങ്കൾ ലാസ്റ്റ് ഇതിനു മുമ്പ് ഈ വിഷയങ്ങളൊന്നും ഇങ്ങനെ പൈസ സംവിധായകൻ വന്നൊരു പോയിന്റിലാട്ടെ പറയുന്നത്, ഈ പൈസ ഇങ്ങനെ തന്നിരുന്നു, ഇവർക്ക് അഡ്വാൻസ് കൊടുത്തിരുന്നു, ആസിഫ് അലിക്ക് ഇവർക്ക് അഡ്വാൻസ് കൊടുക്കുന്നു, ആ പൈസ തിരിച്ചു കൊടുക്കുന്നു, തൗഫീഖിനാണ് ഇവർ തിരിച്ചു ആക്ച്വലി തൗഫീഖ് ഒരു ഇൻവെസ്റ്റർ മാത്രമാണ്. തൗഫീഖ് ആ സിനിമയിൽ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ് തൗഫീഖും അജീമേഡയിലും. ആ കമ്പനിക്ക് തന്നെയാണ് ഈ പറയുന്ന എമൗണ്ട് ഞങ്ങൾ തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് കമ്പനി അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് വന്നത്. അപ്പം ആ അഡ്വാൻസിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചിട്ടേണ്ടത്. ഈ സംഭവമൊക്കെ ഈ രണ്ടാമത് വന്ന പ്രൊഡ്യൂസറിന് അറിയില്ല.
ഈ ഇങ്ങനെ അറിയും. ഞാനൊരു കോമൺസ് നിങ്ങൾ പറഞ്ഞില്ലേ? ചോദ്യം നിങ്ങൾ പറഞ്ഞില്ലേ? ഇവർക്ക് അറിയില്ല ഈ വിവേക് വിശ്വനെ എങ്ങനെ അറിയുന്നത്? വിവേക് വിശ്വ ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് അല്ല പറഞ്ഞാൽ ബ്രദർ, വേറൊരു കാര്യം ചോദിച്ചോട്ടെ. എങ്ങനെ അറിയണം? എങ്ങനെ അറിയണം? ഞാൻ ചെയ്ത വിവേകും ഞാനൊരു കാര്യം പറയാം. അടുത്ത കാര്യം പറയാം. വിവേകും ഈ തൗഫീഖും അജീമയുമായി സംസാരിച്ച് ആഭ്യന്തര കുറ്റവാളി തുടങ്ങാൻ പോകുന്നു. അത് ഇദ്ദേഹം തന്നെയാണ് ഡയറക്ടർ, വേറെ ആരുമല്ലോ. അപ്പൊ ഇദ്ദേഹത്തിനല്ല അവരറിയാം. അല്ല, ഞാൻ പറയട്ടെ. അവരറിയാലോ. അല്ല, ഒരു കാര്യം പറയാം സുഹൃത്തെ, ഞാൻ പറയുന്നതും കേൾക്കൂ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് അല്ല ഉറപ്പായിട്ടും ഉത്തരാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, ഉറപ്പായിട്ടും നമ്മള് എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ല, അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. താങ്കളുടെ തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും എനിക്കറിയാം. എനിക്ക് അറിയാവുന്നതുകൊണ്ട് രേഖകൾ വെച്ച് സംസാരിക്കണം. ഞാനും രേഖകൾ വെച്ചാണ് നമ്മൾ തമ്മിൽ വാക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് വാക്ക് തന്നതിന്റെ ആവശ്യമില്ല. ഉറപ്പായിട്ടും സുഹൃത്തെ, ഞാൻ പറയാനുള്ള ഉത്തരം കേൾക്കാൻ റെഡിയാണോ? അല്ല, ഹൈദരാലി എന്ന് പറഞ്ഞ ആള് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നാൽ മതിയോ? അല്ല, ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ. ഈ സിനിമയും ഈ പറയുന്ന ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസും തമ്മിൽ ഒരു 3 മാസത്തെ ബന്ധം മാത്രമാണുള്ളത്. അതായത് ജിത്ത് പരപ്പനങ്ങോട് എന്ന് പറയുന്ന കൺട്രോളറാണ്. അവിടെയല്ല പത്രസമ്മേളനം എടുക്കാൻ വന്നു, അവിടെ ഷൂട്ട് ചെയ്യാം. പ്രതീക്ഷ ഇവിടെ ഉണ്ടോ? അല്ല, അവൻ ഓൺലൈനിലുള്ളതാണോ ആ വന്ന പയ്യൻ? അതല്ലോ, ഓൺലൈനിൽ വന്നാണോ ആ പയ്യൻ? എനിക്കൊന്നും അറിയണം. ഈ പ്രശ്നില് ഇത്രയും ആൾക്കാർ ക്യാമറ ഉപയോഗിക്കില്ല. ഓൺലൈനിൽ അല്ല, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരെയും എന്തിനാണ് അത്? നിങ്ങൾ ഇത്രയും പേടിക്കേണ്ട കാര്യം? അങ്ങനെ പൈസ ചെയ്തപ്പോൾ അത് ആര് നിങ്ങൾ കൊണ്ടുവന്നാണെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ കൊണ്ടുവരണ്ട. ഞാൻ ഇവരെല്ലാം വിളിച്ചു വരുത്തതാണ്. അപ്പം എനിക്ക് ഈ സിനിമ ആസിഫിന്റെ ഡേറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ജിത്ത് പരപ്പനങ്ങോട് എന്ന് പറയുന്ന കൺട്രോളറാണ് ഈ പറയുന്ന അജി മേഡലിനെ തൗഫീഖിനെ കൊണ്ടുവരുന്നത്. ഈ സിനിമയുടെ എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോഴോ അതിനോട് അങ്ങോട്ട് മാറുമ്പോഴോ ഈ പറയുന്ന 2 പേരല്ലാതെ ഈ പറയുന്ന 3ാമത്തെ ആള് വന്നിട്ടില്ല ലൈനില്. ഇയാള് മുതൽ ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പം. അതായത് ഈ ചതി നിങ്ങൾ പറയുന്ന ഈ സെയിം സാധനം തന്നെ ഞാൻ ചോദിക്കട്ടെ. ഈ 2022 അങ്ങനെയാണെങ്കിൽ ബൂമറാങ് എന്ന് പറഞ്ഞ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഈ വിവേക് വിശ്വ. 2022 മുതൽ കാശ് റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ 1.5 കോടി ഇപ്പോഴും അവന് ക്ലെയിം ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? റീപേ ചെയ്യരുത്, അല്ലെ? റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ റീപേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ടിന്റെ ഇപ്പോഴും അയാൾ ക്ലെയിം ചെയ്യുന്നത് 1,55,00,000 തന്നെയാണ്. അതില് കോടതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 32.5 ലക്ഷം രൂപ തൗഫീഖ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോഴും അയാൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? 2024 എനിക്ക് ഈ അജിമയുടെയും തൗഫീഖും അഡ്വാൻസ് തരുന്നത്. ആ പടത്തിൽ ഇയാളുടെ കാശ് കൊണ്ടാണെന്ന് ഇയാൾ കുറെ കാലമായിട്ട് ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് മറ്റേ ലൈവിൽ വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ 1.5 കോടി കൊണ്ടാണ് ആസിഫിനും ഡയറക്ടർക്കുമുള്ള അഡ്വാൻസ് കൊടുത്തത്. എൻ്റെ അറിവിൽ എനിക്ക് തന്ന എമൗണ്ടും ആസിഫിന് തന്ന എമൗണ്ടും പ്രീ പ്രൊഡക്ഷനും ഒക്കെ അങ്ങനെ കൂടി 42 ലക്ഷം രൂപയ്ക്ക് അടുത്തേ വന്നിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് ഈ 1.5 കോടി? അയാൾ തന്നെ പറയുള്ളൂ, ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. ഈ 1.5 കോടിക്ക് വേണ്ടിയിട്ട് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ സാറ്റലൈറ്റ്, OTT, തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ, ഇന്റർനെറ്റിൽ നിന്ന് വരുന്ന വരുമാനം ഇത് മുഴുവൻ എനിക്ക് എൻ്റെ പേരിൽ എഴുതി തന്നേക്കാണ്. സുഹൃത്തെ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. 8 കോടി രൂപ മുടക്കി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ പ്രൊഡ്യൂസറുടെ വരുമാനം ഏതാണ്? ഈ പറയുന്ന OTTയും സാറ്റലൈറ്റും തിയേറ്ററും തന്നെയാണ്, അല്ലെ? അപ്പം ഇയാൾ പറയുന്നു ഈ 1.5 കോടിക്ക് ഇത് മുഴുവൻ എഴുതി വാങ്ങിച്ച് ഇയാളുടെ നിഷ്ഠിപ്താണെന്ന് പറയുമ്പം അങ്ങനെ ഒരാളെ ഞാൻ എന്തിനു വിശ്വസിക്കണം? ഹൈക്കോടതിയിലല്ല, നിങ്ങൾ എടുത്തു വെച്ച അയാൾ ലൈവിൽ വന്ന വീഡിയോസിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഈ ജഡ്ജ്മെന്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഹൈക്കോടതിയിൽ സ്റ്റേ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ പൈസ കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷം റിലീസ് ചെയ്യാൻ ഹൈക്കോടതി ഓർഡർ വന്നതെന്ന എന്റെ അറിവട്ടോ. അല്ലല്ല, അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഓക്കെ, എന്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് കോപ്പി നിങ്ങളിലും കാണുമല്ലോ. ഉറപ്പായിട്ടും അതിൽ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. അങ്ങനെയല്ല, തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഈ എമൗണ്ട് അവിടെ വയ്ക്കണം, എന്നിട്ട് റിലീസ് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് കൊടുക്കാനല്ല പറഞ്ഞത്. ഹൈക്കോടതി കെട്ടിവെക്കണമെന്നോ? ഹൈക്കോടതി കെട്ടിവെക്കണം. അല്ല, ഹൈക്കോടതി കെട്ടിവെക്കണം. അതെ, അത് അറിയാലോ. ഒരു ബോണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഹൈക്കോടതി അത് പറഞ്ഞിരിക്കുന്നത്. കാശ് കെട്ടി വെക്കുക മാത്രമല്ല, അത് ബോണ്ട് വയ്ക്കാം. എന്നോടല്ല പറഞ്ഞിരിക്കുന്നത്, ഈസി ഫ്ലൈയോട്. അതെ, ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനി ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു സിനിമ ഉണ്ടാവില്ല. ആ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവര് ഈ 2 പാർട്ട്നേഴ്സും ചേർന്ന് ഫിലിം ചേംബറിൽ ഒരു
ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അത് ക്യാൻസൽ ചെയ്യും. ആദ്യം ക്യാൻസൽ ചെയ്തതിനു ശേഷം പുതിയതായിട്ട് എനിക്ക് അനുവദിച്ചു തന്നാണ് ഈ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ. ആക്ച്വലി ആ എഗ്രിമെന്റ് ഞാനിവിടെ പെട്ടത് സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ കൊണ്ട് മാത്രം പെട്ടതാണ്. ഇല്ലെങ്കിൽ എനിക്കിതിനകത്ത് ഒരു ബന്ധമില്ല. കാരണം ഞാനിപ്പോഴും പറയുന്നത് ഇപ്പോ കോടതിയുടെ ആദ്യത്തെ ഫൈൻഡിങ്സ് വെച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആദ്യത്തെ കണ്ടെത്തൽ ഈ 1,55,00,000 രൂപ വാങ്ങിച്ചിരിക്കുന്നത് ഈ പണത്തിന് വേണ്ടിയിട്ടല്ല. അങ്ങനെയാണ് അവർ ഒരേ എമൗണ്ട് വെച്ചിട്ട് 3 കേസാണ് അയാളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫൈനാൻസ് ഇടപാട്, ലീഗൽ ഇടപാട് നടക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് സെക്യൂരിറ്റി ആയിട്ട് ചെക്ക് കൊടുക്കും. ആ ചെക്ക് ഉപയോഗിച്ച് വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ആളുടെ പേരിൽ 8 ചെക്ക് കേസ് നിലവിലുണ്ട്. ആ ചെക്ക് കേസ് നിൽക്കുമ്പോഴും ഞാൻ പേഴ്സണലി അയാളെ വിളിച്ചു വരുത്തി കാണുന്നത് ഡിസംബറിലാണ് ഇതിന്റെ ആദ്യത്തെ വെക്കേഷൻ കോടതി കൊണ്ടുപോയി ഒരു സ്റ്റേ വാങ്ങിച്ചു. നമ്മൾ കോടതി ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ജനുവരി 16-ാം തീയതി എന്നാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്, നമുക്ക് അനുകൂലമായിട്ട് ഓർഡർ കിട്ടുന്നത്. അതിനുശേഷം ആ ആദ്യത്തെ സ്റ്റേ വരുമ്പോഴാണ് ഞാൻ ഈ തൗഫീഖ് എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ ഈ ജനുവരി 3-ാം തീയതി 2 ദിവസം മുമ്പ്. ഈ 2 ദിവസം മുമ്പ് വന്ന് പുള്ളി എന്നോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, ഇക്ക ഞാൻ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവന് 25 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഇതുവരെ, അയാൾ പറയുന്നത് അയാൾ 65 lakhs 32 ലക്ഷം രൂപ ബാങ്ക് ത്രൂവും കൊടുത്തിട്ടുണ്ട്, 30 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും അയാൾക്ക് കൊടുത്തിട്ടുണ്ട്, അതിനൊരു പ്രൂഫും ഇല്ല. അപ്പോൾ ആ പ്രൂഫ് എനിക്ക് തരികയും എൻ്റെ ചെക്ക് കേസ് പിൻവലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയ്ക്ക് ഞാൻ നിങ്ങളുമായിട്ടുള്ള ഈ പുതിയൊരു എഗ്രിമെന്റ് തരാൻ തയ്യാറാണെന്ന് പറയുന്നത്. പക്ഷേ അതേ വിവേക് വിശ്വം അയാളോട് പറയുന്നത് അപ്പോഴും ഞാൻ സിനിമ വിടില്ല, സിനിമ നൈസാം സലാം തരണം 25 lakhs. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ വിവേകിനെ ചലഞ്ച് ചെയ്യുന്നത്. കാരണം എൻ്റെ കമ്പനി ഈസി ഫ്ലൈന്ന്, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് ഈസി ഫ്ലൈ അവരുടെ കയ്യിൽ നിന്ന് 1,55 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഈസി ഫ്ലൈയെങ്കിലും എനിക്ക് കാശ് തരണം, ഈസി ഫ്ലൈയെങ്കിലും നൈസാം സലാം പ്രൊഡക്ഷൻ 1 രൂപ തരണം. അതുപോലും ഇല്ല, അങ്ങനെ പോലും ഇല്ല. പിന്നെ ഇത് എങ്ങനെയാണ് എനിക്ക്, ഞാൻ പറഞ്ഞത് ഹൈക്കോടതി അവിടെ പെട്ടത് താങ്കളാണ്. അതാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ഹൈക്കോടതിയിൽ അല്ല, ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ഓർഡർ വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് സുപ്രീം കോടതി പോയി എന്ന് പറയുന്നത്, എനിക്ക് സമയം കളയാനില്ല. കാരണം ഈ ഉദ്ദേശിക്കുന്നത്, ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാലോ, ഒരു ലീഗലി ഒരു കോടതിയിൽ ഒരു കേസ് പോയാൽ അതിന്റെ അത് ഫുൾ കംപ്ലീറ്റ് ആയി വരെ എത്ര വർഷങ്ങൾ എടുക്കുമെന്ന് അറിയാം. ആർക്കാ നഷ്ടം? എനിക്ക് മാത്രമാണ്. അപ്പൊ ഞാൻ ഇവർ ചോദിക്കുന്ന, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചോദിക്കുന്ന എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ സിനിമ നന്നായാലും വീണ്ടും എനിക്കെതിരെ ഈ ആരോപണം വരാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാം? സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി പോവാന്നല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ മാർഗ്ഗമില്ല. എനിക്ക് എൻ്റെ അറിവിലില്ല ഇങ്ങനെ ഒരു സിനിമ, മലയാളത്തിൽ നിന്ന് ഒരു സിനിമ പോയി സുപ്രീം കോടതിയിൽ പോയി ഇത്രയും ഗതികേട് ഒരു ആളിന് വരുമെന്നുള്ളത്. കാരണം ഇത്രയും കാശ് മുടക്കിയിട്ട് എത്ര ദിവസമായെന്നറിയും, എത്ര ഈ 7-ാം തീയതി ഒരു നിരന്തരം എനിക്ക് ഇന്നലെ പോലും 50 ലക്ഷം രൂപ സിനിമ വിടാം. അത് പറയുമ്പോ ആസിഫ് അലിയുടെയും നൈസാം സലീം ആസിഫ് അലിയുടെയും നൈസാം സലാമിന്റെയും ഫോട്ടോ വെച്ച് അപകീർത്തികരമായി പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അത് ഏത് രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്? ആസിഫ് അലിക്ക് എന്താണ് ബന്ധം? അല്ല, ആസിഫ് അലി ഈ പടത്തിലെ ഹീറോ അല്ല. കാരണം എന്റെ ഫോട്ടോ വെച്ചിട്ട് ആര് കാണാനാണ്? അത് ആസിഫ് അലി ഇത് ഇന്നലെ ഇവര് 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടൊരു സാധനമാണ്. അത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അഡ്വക്കേറ്റ് ആണ് എന്നെ എടുത്ത് കാണിച്ചത്. ഇതാണ് സാധനം, എൻ്റെ ഫോട്ടോ വെച്ചിട്ട്. കാരണം ഞാൻ ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. സ്വാഭാവികമായിട്ട് ഞാനാണ് ഇവരിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഇവരെ ചീറ്റ് ചെയ്തെങ്കിൽ ഇങ്ങനൊരു ആരോപണം ഇങ്ങനൊരു മീഡിയയിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചാനൽസിലൊക്കെ കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. അത് കോടതിയാണ് തെളിയിക്കേണ്ടത്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്ന ഇതാണ്.